ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആദ്യം നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നേന്ത്രപ്പഴം ഇതുപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നെടുക ഇങ്ങനെ കട്ടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി. ഒരുപാട് വണ്ണമുള്ളൊക്കെ പഴമാണെങ്കിൽ 4ആയിട്ട് കട്ടാക്കിക്കോട്ടോ. ഇതധികം വണ്ണമൊന്നും ഇല്ലാത്ത ചെറിയ പഴമാണ്. ഒരുപാട് വലിയ പഴമാണെങ്കിൽ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് 2 നേന്ത്രപ്പഴം എടുക്കുന്നത് കേട്ടോ. ഒരുപാട് വലിയ വണ്ണമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. ഇനിയിപ്പോൾ ആ പഴം കട്ടാക്കിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് ഞാൻ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോഴേക്കത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രഷർ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നെയ്യും ബട്ടറാണെങ്കിലും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇത് ചൂടാറാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒരു 3 വിസിൽ വന്നിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് ശർക്കരയാണ്. ശർക്കരയുടെ പൊടിയാണ് ചേർത്തത്. ഒരു 3 ഏലക്കായ ഒന്ന് ചതക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങളൊരു 2 ഉണ്ട ശർക്കര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒരല്പം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 1.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ ഒരു അളവിൽ എടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം പാടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് 4 മണിക്ക് ചായയുടെ ഒപ്പമൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ചായ വേണമെന്നില്ല. ഇപ്പോൾ ചായ കുടിക്കാൻ നിർബന്ധമുള്ളവർക്ക് ചായയുടെ ഒപ്പവും ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ചേർക്കുന്ന എല്ലാ ഐറ്റംസിനും 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. എല്ലാം പാടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൽ നിന്ന് 3/4 ഭാഗത്തിലേറെ ചേർത്ത് കൊടുക്കാം. എല്ലാം പാടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് കുറച്ച് അത്യാവശ്യം തിക്കിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി നിങ്ങൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കിയത് ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കിയാൽ മതി കേട്ടോ. അപ്പം കുറച്ച് ലൂസായി കിട്ടും. ഇത് സാധാരണ ഇങ്ങനെ കോരി തിന്നുന്ന പരുവത്തിലാണ്, നമ്മൾ കോരി ഇങ്ങനെ കഴിക്കുന്ന പരുവത്തിലാണ് ഉണ്ടാവുക. നമുക്കിതിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ നോക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ നെയ്യിൻ്റെ ഫ്ലേവറും ആ ചെറുപയർ പരിപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് വറുത്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒരു വിധം ചൂടാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആറിയിട്ടില്ല. ഇതുപോലെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്
അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിച്ചാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പഴം കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ആ പഴത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇതുപോലെ ചെറുപയർ പരിപ്പും പഴമൊന്നും കഴിക്കാത്തവർക്കും നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.